നിങ്ങളുടെ മുൻപിൽ നിൽക്കുമ്പോൾ പലപ്പോഴും ടി വിയിലും അതുപോലെ മറ്റ് പല വേദികളിലും വരുമ്പോൾ ഒരു സംഗീത സംവിധായകൻ എന്നുള്ള രീതിയിലും പാട്ടുകാരൻ എന്ന നിലയിലും എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യാറുണ്ട്. പല വേദികളിലും അങ്ങനെയെല്ലാം പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട്, എൻ്റെ ജീവിതത്തിൽ എന്ത് നേട്ടങ്ങളോ എന്ത് കോട്ടമോ എന്ത് വീഴ്ചയോ എന്ത് സംഭവിച്ചാലും എല്ലാറ്റിലും പ്രധാനമായിട്ടുള്ള ഒരു കാര്യമായിട്ട് ഞാൻ ഏറ്റു പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ഭാഗ്യപ്പെട്ട സംഭവം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ യേശുവിനെ എനിക്ക് കണ്ടെത്താനായിട്ട് സാധിച്ചു എന്നുള്ളതാണ്. ജീവിതത്തിൽ പല രീതിയിലുള്ള വ്യത്യസ്തമായിട്ടുള്ള അനുഭവങ്ങളിലൂടെ കടന്നു പോകേണ്ടതായിട്ട് വന്നിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ. പ്രത്യേകിച്ച് സ്കൂളിൽ പഠിക്കുന്ന കാലഘട്ടത്തിലുമെല്ലാം ദൈവത്തെക്കുറിച്ച് അറിവ് ഉണ്ടായിരുന്നെങ്കിലും ദൈവത്തെ വ്യക്തിപരമായിട്ടുള്ള ഒരു അനുഭവം എനിക്കുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പള്ളിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിലും പലപ്പോഴും കാറ്റഗിസത്തിലെല്ലാം പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ജീവിതത്തിൻ്റെ ഒരു സമയത്ത് 9, 10 പഠിക്കുന്ന സമയത്ത് വിശ്വാസത്തെക്കുറിച്ച് ശക്തമായിട്ടുള്ള സംശയങ്ങൾ എന്നിൽ ഉടലെടുക്കുകയുണ്ടായി. A.T. കോവൂർ മുതലുള്ള തുടർന്ന് എന്ന് അറിയപ്പെടുന്ന പല വ്യക്തികളുടെയും യുക്തിവാദ ഗ്രന്ഥങ്ങളും നിരീശ്വര പുസ്തകങ്ങളും വായിക്കുന്നത് വഴി ബൈബിളിനെ കുറിച്ച് ശക്തമായിട്ടുള്ള സംശയങ്ങളും ബൈബിൾ മുഴുവൻ തെറ്റാണെന്നുള്ള ചിന്തകളിലേക്കെല്ലാം കടന്നു പോകാനുള്ള സാഹചര്യം എൻ്റെ ജീവിതത്തിലുണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ വലിയ കരുണയാൽ എൻ്റെ മാതാപിതാക്കളുടെ പ്രാർത്ഥനയുടെയും ഫലമായിട്ട് കർത്താവിലേക്ക് തിരിച്ചു വരുവാനുള്ള ഒരു വലിയൊരു ഭാഗ്യം എനിക്ക് ലഭിച്ചു. 1989 ഒരു യുവജന ധ്യാനം പങ്കെടുക്കാനായിട്ടുള്ള ഒരു വലിയ ഭാഗ്യം എനിക്ക് ലഭിച്ചു. അന്ന് വലിയ അത്ഭുതങ്ങളും അടയാളങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ദൈവം ഇന്നുമുണ്ട്, ഇന്നും ജീവിക്കുന്നു, എന്നെ സ്നേഹിക്കുന്ന ഒരു ദൈവമുണ്ടെന്നുള്ള വ്യക്തമായിട്ടുള്ളൊരു ബോധ്യത്തിലേക്ക് കടന്നു വരുവാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. അന്നൊരു വലിയ സത്യം ഞാൻ മനസ്സിലാക്കി. ദൈവം എനിക്ക് തന്ന കഴിവ് ഇത് വെറും ദാനമായിട്ട് എനിക്ക് കിട്ടിയതാണ്. പലപ്പോഴും അതിനു മുമ്പ് പല കോമ്പറ്റീഷനും പോകാറുണ്ട്, സമ്മാനം കിട്ടാറുണ്ട്, പല വേദികളിലും പാടാറുണ്ട്, കയ്യടികൾ കിട്ടാറുണ്ട്. എന്നാൽ അപ്പോൾ